KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. കാസർഗോഡ് 20ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. ജൂലൈ 1 മുതൽ കൂടുതൽ സർവീസുകൾ അവസാനിപ്പിക്കും. അന്തർ സംസ്ഥാന റൂട്ടുകൾ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ലാത്തതാണ് പ്രതിസന്ധി. കോഴിക്കോട് 100-ലധികം സർവീസുകൾ നിർത്തിവെക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. ഒരു ദിവസം ഒരു ബസ്സിന് 4000 രൂപയോളം നഷ്ടമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. അരുൺ പൂപ്പറമ്പയും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ് ഷഹദ്. അരുൺ, കാസർഗോഡ് ബസ് സർവീസ് നിർത്തുന്നു എന്ന് കേൾക്കുന്നു. തൃശ്ശൂരിൽ G-Form കൊടുക്കാൻ ഒരുങ്ങുകയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ. കോഴിക്കോട്ടും 100ഓളം സർവീസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ കാസർഗോട്ടൊക്കെ KSRTCയുടെ ഓർഡിനറി പ്രിയദർശിനി ബസ്സുകളുള്ള റൂട്ടുകളിലാണോ ബസ് സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് സ്വകാര്യ ബസ് ഉടമകൾ? അങ്ങനെയാണെങ്കിൽ യാത്രക്കാർ ബുദ്ധിമുട്ടുമല്ലോ അരുൺ. തീർച്ചയായും അരുൺകുമാർ, കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ബസ് ഉടമകളും അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. പ്രധാനമായും കാസർഗോഡ് നിന്നുള്ള അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ കയറുന്നില്ല. മുഴുവൻ, അതായത് ഭൂരിപക്ഷം പേരും, മിക്ക ആൾക്കാരും ആശ്രയിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. നമുക്കറിയാം, മംഗളൂരു, സുള്ളിയ ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടുകളുണ്ട്. അവിടെയെല്ലാം സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനകം തന്നെ 20 ബസ്സുകൾ G-Form നൽകി സർവീസ് ജില്ലയിൽ നിർത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്താനുള്ള തീരുമാനത്തിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കെ കൂടി ചേരുകയാണ്. എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണോ? കാസർഗോഡ് ജില്ല ഒരു പ്രത്യേകതയാണ്. ഉത്തര കേരളത്തിൻ്റെ ജില്ലയാണ്. ഈ ജില്ലയിൽ 7ഓളം റൂട്ടുകൾ വരുന്നുണ്ട്. ഈ 7 റൂട്ടുകളും കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന റൂട്ടാണ്. അല്ലാതെ ചില റൂട്ടുകൾ മാത്രം, 1-2 റൂട്ടുകൾ മാത്രമാണ് കർണാടക ബന്ധിപ്പിക്കുക. ചെറിയ റൂട്ടുകളാണുള്ളത്. ബാക്കി എല്ലാം ഉള്ളത് കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന റൂട്ടാണ്. ഈ എല്ലാ റൂട്ടുകളിലും KSRTC ബസ് ഇപ്പോൾ നിലവിലുണ്ട്. ആ KSRTC നിലവിലുള്ളതുകൊണ്ട് സ്ത്രീ യാത്രക്കാർ ആരും ഈ ബസ്സിൽ കയറുന്നില്ല. സ്ത്രീ യാത്രക്കാർ മാത്രമല്ല, മൊത്തത്തിൽ യാത്രക്കാർ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഇപ്പോൾ 20ഓളം വണ്ടികൾ G-Form കൊടുത്തു കഴിഞ്ഞ് കുറേ വണ്ടിൻ്റെ ഉടമകൾ G-Form എഴുതി ചലനം അടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. കാരണം 1-ാം തീയതി മുതലാണ് ഞങ്ങൾ G-Form കൊടുക്കേണ്ടത്. 30-ാം തീയതി വണ്ടി നിർത്തിയാൽ 1-ാം തീയതി മുതൽ കൊടുക്കേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ നിർത്താനുമല്ല നിർത്താതിരിക്കാനില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. യാത്രക്കാർ തീരെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ദിവസം 3000 രൂപയോളം നഷ്ടത്തിലാണ് ഞങ്ങളിപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾക്കിപ്പോൾ 115 രൂപയാണ് ഒരു ദിവസം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് സർവീസ് നടത്തുന്നത്? ഇപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം പോലും കിട്ടുന്നില്ല. സാധാരണ ഞങ്ങളുടെ വ്യവസായം തൊഴിലാളികൾ ശമ്പളം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഡീസൽ അടിക്കുന്ന പണം പോലും കിട്ടാതിരിക്കുമ്പോൾ ആ തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി, ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയായി. ഇങ്ങനെ വരുമ്പോൾ പൊതുവെ പറയുമ്പോഴേ ഈ കാസർഗോഡ് ജില്ലയിൽ ഈ KSRTC സർവീസുകൾ ഇല്ലാത്ത റൂട്ടുകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കാസർഗോഡ് നിന്ന് മധൂർ, സീതാങ്കുളി അങ്ങനെ റൂട്ടുകളുണ്ട്. അപ്പോൾ അത്തരം കൂടുതൽ റൂട്ടുകളുണ്ട് എന്നാണ് പൊതുവെ പറയാറുള്ളത്. തെറ്റായ വാക്കാണത്. കാരണം 3 റൂട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്തത്. 3 റൂട്ട് അത് ചെറിയ റൂട്ടുകളാണ്. 15 രൂപ പോയിന്റാണ് ഉള്ളത്. 10, 13, 15 രൂപ. അതുപോലെ തന്നെ 18 രൂപ. ഈ 3 റൂട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ന് തളങ്കര 3 റൂട്ടുകൾ മാത്രമാണ് KSRTC ഇല്ലാതെ. പക്ഷേ 3 റൂട്ടുകളിൽ ബസ് KSRTC ഇല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ റൂട്ടുകളിലും ഇവിടെ മൊത്തം അതും കൂടി പോയാൽ ഈ നഗരം നിശ്ചലമാകാനാണ് സാധ്യത. ഈ അന്തർ സംസ്ഥാന റൂട്ടുകൾ, പ്രത്യേകിച്ച് സ്ഥിരമായി മംഗളൂരു, സുള്ളിയൊക്കെ പോയി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി ഇപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ ആ യാത്രക്കാർ കയറുന്നില്ല എന്നാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലെ തന്നെ സുള്ളിയിൽ നിന്ന് വരുന്ന ഒരു ബസ്സിൽ നിറയെ ആളാണ്. കൊട്ടിയാടി മുതൽ ജാൽസൂർ വരെ കേരളമാണ്. ആ കേരളത്തിൽ പ്രൈവറ്റ് ബസ്സില്ല, KSRTC മാത്രമേ സർവീസ് നടത്തുന്നത്. അവിടെ കേരള യാത്രക്കാർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കർണാടകയിൽ നിന്ന് വരുമ്പോൾ തന്നെ ബസ്സിൽ ഫുള്ളായിരിക്കും. ഇപ്പോൾ മംഗലാപുരം കാസർഗോഡ് 3 മിനിറ്റിന് ഒരു ബസ്സുണ്ട്. ആ 3 മിനിറ്റിന് ഒരു ബസ് പോകുന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വരുമ്പോൾ തലപ്പാടി വരെ 16 കിലോമീറ്റർ ഉണ്ട് കർണാടകയിൽ ഓടുന്നത്. ഈ 16 കിലോമീറ്റർ അവിടുത്തെ സ്റ്റുഡൻസും സ്ത്രീകളും കയറി കേരളത്തിലേക്ക് വരുന്ന യാത്രക്കാർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അവർ മറ്റു വണ്ടികൾ പിന്നെയും കാത്തു നിൽക്കുന്ന മിനിറ്റും ബസ് വരുന്നത് കൊണ്ട് അവർ തന്നെ കാത്തു. ബസ് ഉടമകളുടെ അവസ്ഥ